നടക്കുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിയിൽ പ്രതികരണവുമായി അതിജീവിത രംഗത്തെത്തിയിരിക്കുന്നു. വിചാരണ കോടതിയിലെ വിശ്വാസം അവർക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. കേസിൽ തന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല എന്ന വിമർശനങ്ങളാണ് ഈ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഇതിൽ കൃത്യമായി തന്നെ പറയുന്നത്. വിഷ്ണു സുരേഷ് ചേരുന്നു വീണ്ടും. വിഷ്ണു, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. യെസ്, അതിനു മുമ്പ് അഡ്വക്കേറ്റ് അസഫ് അലിയിലേക്കൊന്ന് പോകുന്നു. DGP അഡ്വക്കേറ്റ് ടി വി അസഫ് അലി, നോക്കുക, ഇതിപ്പോൾ ഈ വിധിയുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങൾ അതിജീവിതം നടത്തുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജുഡീഷ്യറിയിലെ വിശ്വാസം തനിക്ക് നഷ്ടപ്പെടുന്നു എന്ന രീതിയിൽ ഒരുപാട് പോയിന്റുകൾ ഈ പോസ്റ്റിൽ പറയുന്നുണ്ട്. എന്താണ് താങ്കൾക്കുള്ള പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട്? അതിജീവിത അതിൽ ഒരു കാരണവശാലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഇത് അന്തിമമായ ഒരു വിധിയല്ല. ഇത് വിചാരണ കോടതിയുടെ വിധി മാത്രമാണ്. വിചാരണ കോടതിക്ക് തെറ്റുപറ്റാം. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ തന്നെ ഒരു കോടതിക്ക് തെറ്റുപറ്റിയാൽ അത് തിരുത്താൻ മുകളിൽ ഒരു കോടതിയുണ്ട്. മുകളിലെ കോടതിക്ക് തെറ്റുപറ്റിയാൽ അതിനും മുകളിൽ കോടതിയുണ്ട്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കേരള പിറവിക്ക് ശേഷം നടന്ന ഏറ്റവും വലിയ കൂട്ടബലാത്സംഗ കേസാണ് സൂര്യനെല്ലി കൂട്ട ബലാത്സംഗ കേസ്. അതിൽ കീഴ്ക്കോടതി ഒരാളെ ഒഴിച്ച് ബാക്കി എല്ലാ ആളെയും ശിക്ഷിച്ചു. അപ്പീൽ ഹൈക്കോടതി അപ്പോൾ തെറ്റുപറ്റിയത് ഹൈക്കോടതിക്കായിരുന്നു. ഹൈക്കോടതി രണ്ടാളെ ഒഴിച്ച് ബാക്കി എല്ലാ ആളെയും വെറുതെ വിട്ടു. സുപ്രീം കോടതി പോയി വീണ്ടും പുനർവിചാരണക്ക് വന്നപ്പോൾ ഞാനാണ് ആ കേസ് പ്രോസിക്യൂട്ട് ചെയ്തത്. വെറുതെ വിട്ട 3 പേരെ ഒഴിച്ച് ബാക്കി എല്ലാ പ്രതികൾക്കും മതിയായ ശിക്ഷ വിധിച്ചു ഹൈക്കോടതി. ഇത് സൂചിപ്പിക്കുന്ന എന്താണ്? നമ്മളെ ഒരു കോടതിക്ക് ഒരു വിധിയിൽ ഇത് തെറ്റുപറ്റിയിട്ടുണ്ട്, വളരെ വ്യക്തമാണ്. ആ വിധി തിരുത്താൻ ഇവിടെ മുകളിൽ കോടതിയുണ്ട്. പക്ഷെ അവിടെ അഡ്വക്കേറ്റ് അസഫ് അലി അവിടെ അവർ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയെങ്കിൽ അവർ പറയുന്നതാണ്, എന്റെ ആശങ്കകളും അനുഭവങ്ങളും അറിയിച്ച് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇവർക്കെല്ലാം കത്തുകൾ അയച്ചിട്ടും അതൊന്നും പരിഗണിക്കപ്പെട്ടിരുന്നില്ല എന്നൊരു വേദന, അവരുടെ നിരാശ അവർ ആ രീതിയിൽ തന്നെ പറയുന്നുണ്ട്. ഇല്ല, അവർക്കൊന്നും ഇതിലൊന്നും ചെയ്യാനില്ല. ഒരു കോടതിയുടെ വിചാരണയിൽ നിൽക്കുന്ന അവരുടെ വിഷമം കൊണ്ട് അവരെ എഴുതിപ്പോയതായിരിക്കാം. രാഷ്ട്രപതിക്കോ പ്രധാനമന്ത്രിക്കോ സുപ്രീം കോടതിക്കോ വിചാരണ കോടതിയിൽ വിചാരണയിലിരിക്കുന്ന കേസിൽ ഒന്നും ചെയ്യാനില്ല. അവരെത്ര വലിയവരാണെങ്കിൽ പോലും വിചാരണ കോടതിയുടെ തീർപ്പ് വന്നു കഴിഞ്ഞു. ഇനി അത് ഹൈക്കോടതിയിൽ അതിജീവിതക്ക് പ്രത്യേകമായി അപ്പീൽ കൊടുക്കാനുള്ള വകുപ്പ് നമ്മുടെ നിയമവ്യവസ്ഥയിലുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റിനും അപ്പീൽ കൊടുക്കാം. സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കുന്നില്ലെങ്കിൽ പോലും അതിജീവിതക്ക് അപ്പീൽ കൊടുക്കാനുള്ള വ്യവസ്ഥയുണ്ട്. അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ ഹൈക്കോടതിയുടെ മുമ്പിൽ ഈ കേസ് എത്തിയാൽ ഈ കീഴ്ക്കോടതിയുടെ എല്ലാ പോരായ്മകളും തിരുത്തിക്കൊണ്ട് അതിജീവിതക്ക് പൂർണ്ണ നീതി ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. പൊതുസമൂഹത്തിൽ വരുന്ന തികച്ചും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അവരെ കൂടുതൽ നിരാശപ്പെടുത്തുകയാണ്. ഈ കേസിന്റെ വിധിന്യായം വായിച്ചു നോക്കിയാൽ തന്നെ കീഴ്ക്കോടതിക്ക് ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. ഈ കേസ് പതിവിൽ കവിഞ്ഞ ഒരു പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഗൂഢാലോചനക്ക് സാധാരണ ഇല്ലാത്ത തെളിവ് ഇതിൽ ഉണ്ടായിട്ടുണ്ട്. അത് അപ്രിഷിയേറ്റ് ചെയ്യുന്നതിൽ, അത് വിശകലനം ചെയ്യുന്നതിൽ കീഴ്ക്കോടതിക്ക് ഗുരുതരമായ വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. ആ വീഴ്ചകളെ ഹൈക്കോടതിയുടെ മുമ്പിൽ നിരത്തിയാൽ അതിജീവിതർക്ക് പൂർണ്ണ നീതി ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് വിധിന്യായം വായിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടതാണ്. അഡ്വക്കേറ്റ് അസഫ് അലി, ആ പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അപ്പോഴും പൊതുജനങ്ങൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 8 വർഷങ്ങൾക്കിപ്പുറമാണ്, വലിയൊരു നീണ്ട കാലയളവിന് ശേഷമാണ് ഒരു വിധി അതും വിചാരണ കോടതിയിൽ നിന്നുണ്ടായത്. ഇനിയും ഇത് മേൽക്കോടതിയിൽ പോയി അതിനൊരു വിധി ഉണ്ടാക്കിയെടുക്കാൻ ഉണ്ടാകുന്ന ഒരു കാലതാമസം, ഇതൊക്കെയാണ് ഈ നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നമായി, നിയമവ്യവസ്ഥയുടെ പ്രശ്നമായി ഒക്കെ പലരും ചൂണ്ടിക്കാട്ടുന്നത്. അഡ്വക്കേറ്റ് അസഫ് അലി, അല്ല, നമ്മുടെ നീതിശാസ്ത്രം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബി യു എവർ സോ ഹൈ, ലോ ഈസ് അബോവ് യു. നീ എത്ര വലിയവനാണെങ്കിലും നിയമം നിനക്ക് മീതിയാണ്. നമ്മുടെ നാട് നിയമവാഴ്ചയുടെ നാടാണ്, നിയമം കൊണ്ട് വാഴുന്ന നാടല്ല. ഞാൻ സാധാരണ പറയുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ നിയമവ്യവസ്ഥയിൽ അതിജീവിതയുടെ പൂർണ്ണ പരിരക്ഷ സമയം പിടിച്ചേക്കാം, ശരിയാണ്. ജസ്റ്റിസ് ഡിലേഡ് ഡിനീഡ് എന്ന് പറയുന്ന പോലെ തന്നെ ജസ്റ്റിസ് വെറീഡ് ഈസ് ജസ്റ്റിസ് ബെറീഡാണ്. തിരക്ക് പിടിക്കുന്ന നീതി നിർവഹണം അത് കുഴിച്ചു മൂടുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് കാലതാമസം ഇതിൽ പ്രശ്നമല്ല. വിചാരണ കഴിഞ്ഞു, ഇനി അത്രയൊന്നും നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. അത് പ്രതികൾക്കും അവരുടേതായ ചില അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ പരിരക്ഷിക്കാൻ നമ്മുടെ നിയമവ്യവസ്ഥയിൽ എല്ലാ വ്യവസ്ഥകളുണ്ട്. അത് രണ്ടും പുനഃപരിശോധനയ്ക്ക് വിധേയമാകുമ്പോൾ
അതിജീവിതക്ക് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എനിക്ക് പറയാം, അതിജീവിതക്ക് പൂർണ്ണ നീതി ലഭിക്കാൻ ഹൈക്കോടതിയിൽ അതിജീവിതയുടെ അപ്പീലും സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പീലും വന്നാൽ അത് സാധ്യമാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നത് ഉറപ്പാണ്. അഡ്വക്കേറ്റ് എസ് എഫ് അലി, ഇന്നാണ് ഈ വിധിന്യായത്തിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, ഇതിൽ ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ഒരു തെളിവും പ്രോസിക്യൂഷനോ അന്വേഷണ സംഘത്തിനോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരു മേജർ സീരിയസ് അലിഗേഷൻ പോലും അത് തെളിയിക്കാൻ പരാജയപ്പെട്ടിരിക്കുന്നു പ്രോസിക്യൂഷൻ എന്നുള്ളതാണ്. പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന് കോടതി പറഞ്ഞതുകൊണ്ട് പ്രോസിക്യൂഷൻ പരാജയപ്പെടണമെന്നില്ലല്ലോ. വസ്തുതകളായി അവിടെ ഇല്ലേ? ഒരു ഗൂഢാലോചന കേസിൽ പ്രോസിക്യൂഷൻ നിരത്തിയിരിക്കുന്ന തെളിവ് സാധാരണ ഗൂഢാലോചനയിൽ നിരത്താൻ സാധിക്കാത്തതും ലഭ്യമാവാത്തതുമായ തെളിവുകൾ ഈ കേസിൽ നിരത്താൻ സാധിച്ചിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. ഒന്നുമില്ല, 1 മുതൽ 6 വരെ പ്രതികൾക്ക് ഈ അതിജീവിയുള്ള വിരോധവും വൈരാഗ്യവും വിദ്വേഷവും എന്താണ്? അത് മാത്രം ഒന്നാമതായി പരിശോധിച്ചാൽ മതി. പിന്നെ ഈ 8ാം പ്രതി ഇതിൽ ഒന്നും ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തിനാണ് 8ാം പ്രതിയിലേക്ക് ഇത് എത്തുമ്പോൾ വളരെ വ്യക്തമായ തെളിവുകൾ വരുന്നത്? 8ാം പ്രതിയുടെ അതിലേക്കൊന്നും നമ്മളിപ്പോൾ കിടക്കുന്നില്ല. 8ാം പ്രതിയുടെ വാദം എന്താണ്? ഈ 1ാം പ്രതിയെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, പരിചയമില്ല. അത് പച്ച കള്ളമാണെന്ന് ഈ വിധിന്യായം വായിക്കുമ്പോൾ അതിൽ ഹാജരാക്കിയിരിക്കുന്ന തെളിവുകളിൽ നിന്ന് വളരെ വ്യക്തമല്ലേ? തികച്ചും അപരിചിതനായ ഒരു വ്യക്തിയാണ് 8ാം പ്രതിയും 1ാം പ്രതിയും എന്ന വാദം തന്നെ ഒരു നിമിഷം പോലും ഒരു കോടതിക്കും വിശ്വസിക്കാൻ പറ്റാത്തതല്ലേ? അത് ആ വിധിന്യായം വായിക്കുമ്പോൾ നമുക്ക് ചിരി വരും. 8ാം പ്രതിയും 1ാം പ്രതിയും തമ്മിലുള്ള ബന്ധങ്ങൾ എത്ര ഞെട്ടിക്കുന്ന തെളിവുകളാണ്. 8ാം പ്രതിയും 1ാം പ്രതിയും ഉള്ള ബന്ധം അവിടെ സ്ഥാപിക്കപ്പെട്ടതാണ്. അത് പോരാ, തെളിവ് പോരാ എന്ന് പറഞ്ഞാൽ തെളിവുണ്ടോ ഇല്ലെന്ന് ഹൈക്കോടതി പരിശോധിക്കട്ടെ. അത് പൊതുസമൂഹത്തിന് മുമ്പിൽ വരുന്ന ഈ വോളിയംസ് ആയ വിധിന്യായങ്ങൾ പരിശോധിക്കുമ്പോൾ വരുന്ന തെറ്റായ പ്രചരണങ്ങളാണ്, തെറ്റായ എപ്രിസിയേഷനാണ്. തെളിവുകൾ വിശകലനം ചെയ്യുന്നതിൽ കീഴ്ക്കോടതിക്ക് പറ്റിയിരിക്കുന്ന അതീവ ഗുരുതരമായ വീഴ്ചകളെ ഹൈക്കോടതിയിൽ ന്യായമായി നിരത്തിയാൽ 100% നീതി ലഭിക്കും. അതാണ് എനിക്ക് സൂര്യനെല്ലി കേസുമായി ഇത് താരതമ്യപ്പെടും. സൂര്യനെല്ലി കേസിൽ ഹൈക്കോടതിക്കാണ് തെറ്റുപറ്റിയത്. ശിക്ഷിക്കപ്പെട്ട പ്രതികളെ മുഴുവൻ കുറ്റമുക്തമാക്കിയത് ഹൈക്കോടതിയാണ്. ഡൽഹി നിർഭയ കേസിന്റെ അവസരത്തിലാണ് സുപ്രീം കോടതിയിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അപ്പീൽ പരിഗണിച്ചത്. അപ്പോഴാണ് സുപ്രീം കോടതി പറഞ്ഞത് ഈ കേസ് പുനഃപരിശോധനയ്ക്ക് വിധേയമാകണം. അപ്പൊ ഹൈക്കോടതിയിലേക്ക് തിരിച്ചു വന്ന അവസരത്തിൽ ഈ പ്രതികളുടെ മുമ്പിൽ കേരള ഹൈക്കോടതിയുടെ തന്നെ വിധിന്യായം നിൽക്കുകയാണ്. ആ വിധിന്യായത്തെ മറികടക്കാൻ 9 മാസം നീണ്ടു നിന്ന വാദപ്രതികൾക്ക് ശേഷം വളരെ ഇതേമാതിരിയായിരുന്നു. ഒരു ഭാഗത്ത് പ്രബലന്മാരായ പ്രതികൾ, മറ്റൊരു ഭാഗത്ത് ആരുമോരുമില്ലാത്ത ഒരു വിക്ടിം ഗേൾ. അവിടെയാണ് നീതി നിർവഹണം ശരിക്കും സക്സസ്. സുപ്രീം കോടതി പോയിട്ടും ഈ വിധിന്യായത്തെ ശരിവെക്കുന്ന രീതിയിലുള്ള വിധിയാണ് വന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.